ഗുരുദേവ് ബസ്സിലൊരു എറണാകുളം യാത്ര, അതാണ് ഇന്നത്തെ യാത്ര. ഈ ബസ് വരുന്നത് മുണ്ടക്കയം എളങ്കാട്ട് നിന്നാണ് ഈ ബസ് വരുന്നത്. ബസ് കൃത്യം 8 മണിക്ക് ഇരാറ്റുപേട്ട സ്റ്റാൻഡിൽ വന്നു. ഇരാറ്റുപേട്ടയിൽ നിന്നാണ് ഞാൻ കയറിയത്. 83 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. വൈറ്റില വരെ ടിക്കറ്റ് ചാർജ് വരുന്നത് 83 രൂപയാണ്. ഇരാറ്റുപേട്ടയിൽ നിന്ന് വൈറ്റില വരെ റണ്ണിങ് ടൈം വരുന്നത് 2.5 മണിക്കൂറാണ്. ഇപ്പോൾ നമ്മൾ പാലാ കൊട്ടാരമറ്റം സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ്. 8 മണിക്ക് പുറപ്പെടുന്ന ബസ് 10:30 ആകുമ്പോഴത്തേന് വൈറ്റിലയിൽ എത്തുന്നതായിരിക്കും. നല്ല അടിപൊളി പാട്ടൊക്കെയാണ് വണ്ടി വെച്ചിരിക്കുന്നത്. അത് കാരണമാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേൾപ്പിക്കാൻ പറ്റാത്തത്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ട് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് ഇഷ്യൂ വരും. അത് കാരണമാണ് മ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പം KM മാണി ബസ് സ്റ്റാൻഡാണ്. നമ്മൾ വൈക്കം റോഡ് വഴിയാണ് പോകുന്നത്. വൈക്കം റോഡിലേക്ക് കയറാൻ പോവുകയാണ്. ഇടത്തോട്ട് കിടക്കുന്നതാണ് വൈക്കം റോഡ്. ഇത് ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സാണ്. നല്ലൊരു എക്സ്പീരിയൻസ് തരുന്നൊരു യാത്രയാണ്. ഈ ബസ്സിൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മ ഇതാണ്. ബൈക്കിൽ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ കാല് ഭയങ്കരമായിട്ട് മുട്ടുവാണ്. അത് വലിയൊരു പോരായ്മയാണ്. ഈ ബസ്സിൻ്റെ ഒരു പോരായ്മയായിട്ട് തോന്നിയത് ഈ ഒരു സംഭവമാണ്. പോകുന്ന വഴിക്കെല്ലാം നമുക്കിങ്ങനെ റബ്ബർ തോട്ടങ്ങളെല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല അടിപൊളി ഫോറസ്റ്റിലൂടെ യാത്ര ചെയ്യുന്നൊരു ഫീലാണ് കിട്ടുന്നത്. പോകുന്ന വഴിക്കെല്ലാം നമുക്ക് ഇലക്ഷൻ്റെ പ്രചരണങ്ങളെല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെയെല്ലാം പോസ്റ്ററുകൾ ഒട്ടിച്ചിരിക്കുന്നൊക്കെ സംഭവങ്ങളെല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. മൂവാറ്റുപുഴയ്ക്ക് വലതുവശവും കോട്ടയം ഇടതുവശവുമാണ് കാണിച്ചിരിക്കുന്നത്. നമ്മളങ്ങനെ കുറവിലങ്ങാട് എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് കോട്ടയത്തെ സയൻസ് സിറ്റി സ്ഥിതി ചെയ്യുന്നത്. ഈരാറ്റുപേട്ടയിൽ നിന്ന് എറണാകുളത്തേക്ക് എപ്പോഴും ബസ് നമുക്ക് ലഭ്യമാണ്. KSRTC ഉണ്ട്, പ്രൈവറ്റ് ബസ് നമുക്ക് ലഭ്യമാണ്. ഒരു നേരയുടെ പെട്രോൾ പമ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ മെയിൻ റോഡിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരു ബൈപ്പാസ് പണിയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഈ റൂട്ടിലൂടെ യാത്ര ചെയ്യുന്നത്. ഈ എറണാകുളത്തേക്ക് പോകാൻ ഒരുപാട് വഴികളുണ്ട്. ഒഴുവൂര് വഴി അങ്ങനെ ഒരുപാട് വഴികളുണ്ട്. തൊടുപുഴ വഴി പോകാം. അങ്ങനെ ഒരുപാട് വഴികളും നമുക്ക് ഈ ഈരാറ്റുപേട്ട ഭാഗത്ത് നിന്ന് പല റൂട്ടിലൂടെയും എറണാകുളം ഭാഗത്തേക്ക് നമുക്ക് പോകാൻ സാധിക്കുന്നുണ്ട്. പാലാ വഴി പോകുന്നുണ്ട്. ഏറ്റുമാനൂർ ചെന്നിട്ട് MC റോഡ് വഴി കയറി പോകുന്നുണ്ട്. പല റൂട്ടിലൂടെ നമുക്ക് എറണാകുളത്ത് ചെല്ലാൻ പറ്റുന്നതാണ്. 70 കിലോമീറ്ററാണ് ഈരാറ്റുപേട്ടയിൽ നിന്ന് ദൂരം വരുന്നത്. നമ്മൾ ചെറിയൊരു ബസ് സ്റ്റാൻഡിൽ കയറിയിരിക്കുക. ബസ് സ്റ്റാൻഡ് എന്ന് പറയത്തില്ല, ബസ് സ്റ്റോപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അടിപൊളി പൊളി ബസ്സാണ്. പുതിയ ബസ്സാണ്. നല്ല ഫാനൊക്കെ ഉണ്ട്. മൊത്തം 10 ഫാനാണ്. ഒരു സൈഡിൽ 5ഉം മറ്റേ സൈഡിൽ 5ഉം. നല്ല അടിപൊളി ബസ്സാണ്. ഇത് AC ഒക്കെ വരുന്ന ഇച്ചിരിയും കൂടെ സെറ്റായതിന്. കട്ടനും കൂടെ ഇട്ട് ഇപ്പം വെയിൽ വരുമ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കട്ടൻ ഇല്ലാത്തതുകൊണ്ട്.
ഈ എറണാകുളം ബസ്സിലുള്ള യാത്ര ഒരു പ്രത്യേക ഫീൽ തരുന്നൊരു യാത്രയാണ്. ഇങ്ങനെ ഏതോ നദിയുടെ മേളിൽ കൂടെ പോവുകയാണ്. ഏത് നദിയാണെന്ന് അറിയത്തില്ല. ഈ നദി ഏതാണെന്ന് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. ഏതാ നന്നായിരുന്നു. നമ്മൾ അങ്ങനെ ഒരു കനാലിൻ്റെ സൈഡിൽ കൂടെ പോവുകയാണ്. ഈ കനാൽ കാണുമ്പോൾ കനാൽ ബോയ്സിനാണ് ഓർമ്മ വരുന്നത്. ഇങ്ങനെ കനാലിൻ്റെ നല്ല ദൂരമുള്ളൊരു കനാലാണ്. ഞാൻ ഈ യാത്രയിൽ ആദ്യമായിട്ടാണ് ഒരു കനാൽ കാണുന്നത്. ഭയങ്കര നീളം വെച്ചാൽ ഭയങ്കര നീളമാണ് ഈ കനാലിന്. അത് ഒരു ആറിലേക്കാണ് ചെല്ലുന്നത്. ഒരു പെട്രോൾ പമ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു അടിപൊളി അമ്പലം, നല്ല അടിപൊളി കുളമൊക്കെ ഉള്ളൊരു അമ്പലം. ഈ സിനിമയിലൊക്കെ കാണുന്ന അതേ സംഭവം. അങ്ങനെ ഫൈനലി തൃപ്പൂണിത്തറ എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് തൃപ്പൂണിത്തറ ഹിൽ പാലസ് ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. ചരിത്രം ഉറങ്ങുന്ന മണ്ണാണ് തൃപ്പൂണിത്തറ. തൃപ്പൂണിത്തറയൊക്കെ ആയപ്പോൾ തന്നെ ബസ് ഏകദേശം കാലിയായി. അവിടെ നമുക്കൊരു പ്രതിമ കാണാൻ സാധിക്കുന്നുണ്ട്. അത്തച്ചമയൊക്കെ നടക്കുന്നത് ഇവിടെയാണ്. ഓണത്തിന് അത്തച്ചമയൊക്കെ നടക്കുന്നത് തൃപ്പൂണിത്തറയിലാണ്. അങ്ങനെ നമ്മൾ ആദ്യത്തെ മെട്രോ സ്റ്റേഷൻ കാണുകയാണ്. ഈ യാത്രയിലെ ആദ്യത്തെ മെട്രോ സ്റ്റേഷനാണ്. ഇപ്പോൾ നമുക്ക് എറണാകുളത്തൊക്കെ വരുമ്പോൾ തന്നെ വഴി തെറ്റാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇപ്പോൾ ഒരു അടയാളമായിട്ട് പറയുന്ന ഈ മെട്രോ പില്ലർ നമ്പറുകളാണ് പറയുന്നത്. പല സ്ഥലങ്ങളിൽ ഇപ്പോൾ നമുക്ക് നമ്പർ പറഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ആളെവിടെയാണ് നിൽക്കുന്നതെന്ന്. നമ്മൾ ഈ മെട്രോ പില്ലർ വന്നുകൊണ്ട് ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുണ്ട്, മറ്റേ പരസ്യം ആരും ഈമ്പിപ്പോവും. മെട്രോ പില്ലർ വന്നതുകൊണ്ട് ഏറ്റവും വലിയ ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഭയങ്കര വെയിലാണ്, നമുക്ക് ആ സൈഡിൽ കൂടെ നടക്കണമെങ്കിൽ നല്ല തണൽ കിട്ടും. അത് ഒരു വലിയൊരു ഉപകാരമാണ് മെട്രോ പില്ലർ കൊണ്ടുള്ള. അങ്ങനെ നമ്മൾ എറണാകുളത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. കൊച്ചിയുടെ ഹൃദയത്തിലൂടെയുള്ള യാത്ര. ഇനി ഫുള്ള് മെട്രോയാണ്. ഈ കൊച്ചി വന്നു കഴിഞ്ഞാൽ അമ്പരചുംബികളായ ഒരുപാട് കെട്ടിടങ്ങൾ കാണാൻ സാധിക്കും. സ്റ്റുഡിയോയുടെ വലിയൊരു ഷോറൂം കാണാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ഫ്ലൈ ഓവറിൽ കയറിയിരിക്കുകയാണ്. അടിപൊളി ഒരു പുഴ, ഒറ്റച്ചാട്ടം. അങ്ങനെ നമ്മൾ അടുത്ത മെട്രോ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലൂടെ പോവുകയാണ്. അങ്ങനെ നമ്മൾ NH-ലോട്ട് കയറുകയാണ്. യാത്ര ചെയ്യുന്ന പൊളിയായിരിക്കും. ഇതിലൂടെ യാത്ര ചെയ്യുന്ന അടിപൊളി വൈബാണ്. നമ്മൾ എറണാകുളം
ബസ്സിലൂടെ യാത്ര ചെയ്യുകയാണ്. അവിടുന്ന് ബസ് യു ടേൺ എടുത്തു നേരെ വൈറ്റില സ്റ്റാൻഡ് ലക്ഷ്യമാക്കി പോവുകയാണ്. വൈറ്റില സ്റ്റാൻഡാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ പോയിന്റ്. അങ്ങനെ അടുത്ത മെട്രോ സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ്. ഈ വൈറ്റില മെട്രോ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ് വൈറ്റില സ്റ്റാൻഡും വൈറ്റില വാട്ടർ മെട്രോ സ്റ്റേഷനും സ്ഥിതി ചെയ്യുന്നത്. 3 എണ്ണം ഒരുമിച്ച്. അങ്ങനെ ഫൈനലി വൈറ്റില മെട്രോ സ്റ്റേഷൻ്റെ ഇവിടെ ഞാൻ ഇറങ്ങി. അതാണ് ഞാൻ വന്ന ബസ്. ഇതാണ് വൈറ്റില മെട്രോ സ്റ്റേഷൻ. ഇനി ഇവിടുന്ന് നേരെ വാട്ടർ മെട്രോ കയറി യാത്ര ചെയ്ത് കാക്കനാട് വരെ പോകണം. ഇതാണ് അടുത്തൊരു ബസ്, സെൻറ്റ് ജോർജ് ബസ്. ഇതാണ് വൈറ്റില മൊബിലിറ്റി ഹബ്ബ് എന്നെഴുതിയൊരു ബോർഡൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതാണ് വൈറ്റില സ്റ്റാൻഡ്. ഇവിടെ